ഹലോ, വെൽക്കം ടു സ്വിസ് യാത്രകൾ. നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയും നമ്മൾ ഡിസ്നിലാൻഡിൽ പോയിട്ടുള്ള ഒരു വീഡിയോ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ വീഡിയോ ഓൾറെഡി എഡിറ്റൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടായി, പക്ഷേ ഞാൻ അറിയാതെ അത് ഡിലീറ്റ് ചെയ്തു. അങ്ങനെ പിന്നെ നോക്കിയപ്പോഴാണ് ഈ വീഡിയോ ഇട്ടിട്ടില്ല എന്ന് കണ്ടത്. അതുകൊണ്ട് വീണ്ടും ഈ വീഡിയോ ഞാൻ എഡിറ്റ് ചെയ്തിട്ട് ഇവിടെ ഇടുവാണ്. അപ്പോൾ നമ്മൾ ഡിസ്നിലാൻഡിൽ പോയി ഉച്ചത്തെ ഫുഡൊക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങിയപ്പോഴത്തേക്കും ഇവിടെ ഇങ്ങനെ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്ഥലം കണ്ടു കേട്ടോ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ പൈസ നമ്മൾ ഇടണം. പൈസ ഇട്ട് കഴിയുമ്പോൾ എത്രയോ ടൈം നമുക്ക് കിട്ടും, 1 മിനിറ്റാന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് 1 മിനിറ്റ് കൂടി ചെയ്യാം. നമ്മൾ ഈ റൈഡിൽ കയറാൻ വന്നത്, പക്ഷെ അമ്മൂന് ഹൈറ്റ് ഇല്ലാത്തതുകൊണ്ട് ഇതിൽ കയറാൻ പറ്റില്ല. അപ്പോൾ ഷീച്ചേട്ടൻ പോയി, ഞങ്ങൾ രണ്ടുപേരും എന്തേ പുറത്ത് വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ ഇനി ഷീച്ചേട്ടൻ വന്നിട്ട് ഞാൻ പോവാം. 5 മിനിറ്റാണ് വെയിറ്റിംഗ് ടൈം കാണിക്കുന്നത്, അറിയില്ല. അപ്പോൾ കുറേ നേരം നമ്മളവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു കേട്ടോ. അപ്പോൾ പിന്നെ നമ്മളോർത്ത് വെറുതെ വെയിറ്റ് ചെയ്ത് സമയം കളയണ്ട, അമ്മൂനും കൂടി കയറാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു സ്ഥലത്തോട്ട് പോവാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ലെ കബാൻ ദെ റോബിൻസൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വലിയൊരു മരമുണ്ട് കേട്ടോ. അപ്പോൾ അതൊരു ആർട്ടിഫിഷ്യലായിട്ടുള്ളൊരു ട്രീ ആണ് ഇത്. അപ്പോൾ ഇത് ഏകദേശം 21 മുതൽ 28 മീറ്റർ വരെ ഹൈറ്റിലാണ് ഈ മരം ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ഏകദേശം ഒരു 3 ലക്ഷത്തോളം ആർട്ടിഫിഷ്യൽ ലീവ്സ്, ഇലകളുണ്ട് എന്നാണ് കേട്ടോ പറയുന്നത്. ഒരു നമ്മുടെ ആൽമരത്തിൻ്റെയൊക്കെ ആ ഒരു ശൈലിയിലാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു ഫിലിമിനെ ബേസ് ചെയ്തിട്ടാണ് സ്വിസ് ഫാമിലി റോബിൻസൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫിലിമിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു ട്രീ അവർ ഉണ്ടാക്കിയിരിക്കുന്നത്. അതൊരു വലിയൊരു മരത്തിൻ്റെ മുകളിൽ നമ്മൾ താമസിക്കുമ്പോൾ ഉള്ളൊരു എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ അവരുടെ ബെഡ്റൂമും കിച്ചണും അങ്ങനത്തെ സംഭവങ്ങളെല്ലാം നമുക്ക് ഈ മരത്തിൽ കയറുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ പല നിലകളിലായിട്ടാണ് കേട്ടോ ഈ ഒരു ട്രീ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, അടുക്കളയുണ്ട്, അതുപോലെ തന്നെ ബെഡ്റൂമുണ്ട്, പിന്നെ ഒരു ടവറുണ്ട്. അങ്ങനെ പല സംഭവങ്ങളും ഇതിനകത്തുണ്ട് കേട്ടോ. പിന്നെ എൻ്റെ ഡെക്കറേഷന് വേണ്ടിയിട്ട് ഇതിനകത്ത് ഇങ്ങനെ വെള്ളം, ഇങ്ങനെ ഒരു ചക്രമില്ലേ കറങ്ങുന്നത്, അങ്ങനത്തെ ഒരു ചക്രമുണ്ട്. പിന്നെന്താണ്, കുറേ ഇങ്ങനെ വെള്ളച്ചാട്ടം ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ ഈ ട്രീയിലുണ്ടായിരുന്നു. അപ്പോൾ ദേ ഈ കാണുന്നതാണ് കേട്ടോ ഷീച്ചേട്ടൻ കയറാൻ പോയിട്ടുള്ള ആ റൈഡ് ഇതാണ്. അപ്പോൾ ഈ റൈഡിൻ്റെ പേര് ഇന്ത്യാന ജോൺസ് ടെമ്പിൾ ദു പെരിൽ എന്നാണ് കേട്ടോ ഈ റൈഡിൻ്റെ പേര്. അപ്പോൾ അതൊരു ഒരു ഇന്ത്യൻ രീതിക്കുള്ള ഒരു റൈഡാണിത്. അതായത് പുരാതനമായിട്ടുള്ള ഒരു ക്ഷേത്രത്തിലേക്ക് ഒരു പുരാവസ്തു ഗവേഷകൻ പോണു. അപ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള കുറേ ഇങ്ങനെ റിസ്ക് ഉള്ള കുറേ സംഭവങ്ങളും അതിലുള്ള ഇങ്ങനെ റെയിൽവേ പാളവും അങ്ങനത്തെ ഒരു തീമിലാണ് ഇത് എന്താ പറയുക ഈ ഒരു റൈഡ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇതും ഒരു ഫിലിമിനെ ബേസ് ചെയ്തിട്ടാണ് ഈ റൈഡും ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ. പക്ഷെ നല്ലൊരു സൂപ്പർ റൈഡായിരുന്നു ഇത്. റൈഡുകൾ മാത്രമല്ല കേട്ടോ, ഇതുപോലത്തെ കുറേ ഷോസും ഇവിടെ ഉണ്ട്. അപ്പോൾ നമുക്കതൊക്കെ കാണാൻ പറ്റുമേ. Sorry. Thank you so much. Merci les amis, c'était parfait. Hop hop hop, Pumba. Hakuna Matata, Matata dancers. Au revoir, bye. You know, after all that dancing, I feel like I might. ഇവിടെ ഈ വെള്ളം ചാടുന്നത് കൊണ്ട് മറ്റേ കുഞ്ഞിപ്പുഴ പോകുന്ന പോലെ ഇങ്ങനെ ചാടിയാണ് പോകുന്നത്. അത് കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. പുറത്ത് നല്ല മഴയാണ്. നമ്മളിപ്പോൾ ആനയിൽ കയറാൻ വെയിറ്റ് ചെയ്യുകയാണ്. ഉള്ളിലാണപ്പോൾ മഴ കൊണ്ടില്ല നമ്മൾ, അതുകൊണ്ട് കുഴപ്പമില്ല. ഈ മഴ പുറത്തായില്ലേ.
എല്ലാവരും മഴ കുറഞ്ഞു. കുടയൊക്കെ പിടിച്ച് റെയിൻകോട്ടൊക്കെ പിടിച്ചിട്ടുണ്ട്. മഴയാണ്. ഇപ്പൊ മഴ കുറഞ്ഞു. നേരത്തെ ഭയങ്കര മഴയായിരുന്നു. ഇപ്പൊ കുറഞ്ഞു. ചാറ്റിലാണ് ഇപ്പൊ. നല്ല ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ. പെട്ടെന്ന് മഴ പെയ്തു. ഇപ്പം മഴ പെയ്തപ്പോൾ ഒരു സുഖമില്ല കേട്ടോ. ആകെ എല്ലാവർക്കും ഇങ്ങനത്തെ പുറത്തത്തെ റൈഡുകളൊന്നും പിന്നെ നമുക്കധികം എൻജോയ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ എല്ലാവരും കുടയൊക്കെ പിടിച്ച് റെയിൻകോട്ടൊക്കെ ഇട്ട് ഇങ്ങനെ നടക്കുവാണ്. അപ്പോൾ ഈ റൈഡിൽ കയറാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ക്യൂ നിൽക്കുന്നത്. ക്യൂ ഏകദേശം 1 മണിക്കൂറൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ ഈ റൈഡ് 1 മിനിറ്റ് എങ്ങാണ്ടേ ഉള്ളൂ. എന്താണെങ്കിലും നമ്മളിങ്ങനെ ക്യൂ നിന്നത് അമ്മൂന് കയറാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ റൈഡിൽ നമ്മളിങ്ങനെ ക്യൂ നിൽക്കുന്നത്. ഫൈനലി നമ്മുടെ ടേൺ വന്നിട്ടുണ്ട്. നമ്മൾ അങ്ങനെ അതേ ആനക്കുട്ടൻ്റെ മേത്തൊക്കെ കയറിയിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞാനും അമ്മുവും കൂടി ആയിരുന്നത്. ഷീച്ചേട്ടൻ ബാക്കിലായിരുന്നു. അപ്പോൾ കുഞ്ഞു കുട്ടികൾക്കൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു റൈഡാണ് കേട്ടോ ഇത്. നമുക്ക് അത്ര വലിയ സുഖമൊന്നും ഉണ്ടാവില്ല. പക്ഷെ ഇത് നമുക്ക് ഹൈറ്റ് നമുക്ക് തന്നെ ഇങ്ങനെ കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ പറ്റും കേട്ടോ. അത് നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ ജസ്റ്റ് 1 മിനിറ്റ് എങ്ങാണ്ട് റൈഡ് ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ റൈഡിൽ പോകുമ്പോൾ നമുക്കിങ്ങനെ ചുറ്റും കാണാനും പറ്റും കേട്ടോ. ആ ഹൈറ്റിൽ നിന്ന് ഈ ഒരു പാർക്ക് നമുക്ക് കാണാനും പറ്റും. എന്താണേലും നല്ല രസമുണ്ടായിരുന്നു. അമ്മൂസേ, എങ്ങനെയുണ്ട് ഡിസ്നിലാൻഡ്? സൂപ്പർ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എനിക്ക് ശരിക്കും ഭയങ്കര ഇഷ്ടമായി കേട്ടോ. സൂപ്പറാണ്. നമ്മളത് അടുത്ത ക്യൂവിലാണ് കേട്ടോ. ഇതാണ് അടുത്തത്. നമ്മളത് അടുത്തത് കയറാൻ വേണ്ടി ക്യൂ നിൽക്കുകയാണ്. ഇതിന്റെ ഡ്രൈവർ ഞാനാണ്. നല്ല കളർഫുൾ ആയിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് അത് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ കയറാൻ നിൽക്കുന്ന അടുത്ത റൈഡ് ദേ ഇതാണ് കേട്ടോ. ഒരു കപ്പും സോസറും ഒക്കെ ആയിട്ടുള്ള ഒരു റൈഡാണിത്. അപ്പോൾ ഈ റൈഡിൻ്റെ പേര് മാഡ് ഹാറ്റേഴ്സ് ടീ കപ്പ് എന്നാണ് കേട്ടോ. അപ്പോൾ ആലീസ് ഇൻ വണ്ടർലാൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള സിനിമയുണ്ടല്ലോ, ഒരു ആനിമേഷൻ ഫിലിം, അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു എന്താ പറയുക റൈഡാണ് ഇത് ഉള്ളത് ഫാൻറ്റസി ലാൻഡിലാണ് കേട്ടോ. സ്ലീപ്പിംഗ് ബ്യൂട്ടി കാസിലിൻ്റെ ഒക്കെ ഏകദേശം അടുത്തായിട്ടാണ് ഈ ഒരു റൈഡ് ഉള്ളത്. അത് നല്ല ഭംഗിയുണ്ട്. ഇങ്ങനെ പല കളറിലുള്ള കപ്പും സോസറും ആയിട്ട് കാണാൻ നല്ല ഭംഗിയുണ്ട്. പിങ്ക്, നീല, മഞ്ഞ, വയലറ്റ്, അങ്ങനെ നല്ല ഭംഗിയാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ റൂഫാണെങ്കിലും നല്ല സൂപ്പറായിട്ടാണ് കേട്ടോ. നല്ല അടിപൊളി നല്ല ഭംഗിയുള്ള റൂഫാണ് കേട്ടോ ഇത്. അപ്പോൾ ഈ റൈഡ് ഫുള്ളായിട്ട് നമ്മൾ ഇങ്ങനെ ടേൺ ചെയ്യുന്ന ഒരു ടേബിളിലാണ് ഇരിക്കുന്നത്. നമുക്കും ടേൺ ചെയ്യാൻ പറ്റും. അത് ഓട്ടോമാറ്റിക്കായിട്ട് ഈ സംഭവം ടേൺ ചെയ്യും കേട്ടോ. അപ്പോൾ കുഞ്ഞു കുട്ടികൾക്കും വലിയവർക്കും എല്ലാവർക്കും ഇതിനകത്ത് കയറാൻ പറ്റും. ഇങ്ങനെ ഹൈറ്റ് റെസ്ട്രിക്ഷൻസ് ഒന്നും ഇല്ല കേട്ടോ ഈ റൈഡിൽ കയറാൻ വേണ്ടിയിട്ട്. അപ്പോൾ നല്ലൊരു അടിപൊളി സൂപ്പർ റൈഡാണിത്. അങ്ങനെ ഫാൻറ്റസി ലാൻഡിൽ നിന്ന് ഇറങ്ങിയിട്ട് അടുത്ത് നമ്മൾ എത്തിയിരിക്കുന്നത് ഡിസ്കവറി ലാൻഡിലോട്ടാണ് കേട്ടോ. അപ്പോൾ ഇവിടെയെന്ന് വെച്ചാൽ ഇങ്ങനെ ഭാവിയിൽ വരാൻ പോകുന്നത് അങ്ങനെ സയൻറ്റിഫിക് ഒക്കെ ആയിട്ടുള്ള സംഭവങ്ങൾ ആ തീം ബേസ് ചെയ്തിട്ടുള്ള കുറേ റൈഡ്സാണ് ഇവിടെ ഉള്ളത്. ഇപ്പോൾ നമ്മൾ ഈ കണ്ട ഈ ഒരു റൈഡ് ഉണ്ടല്ലോ, ഈ റൈഡാണ് നമുക്ക് 3 പേർക്കും ഏറ്റവും ഇഷ്ടപ്പെട്ട റൈഡ് കേട്ടോ. നമ്മൾ 2 പ്രാവശ്യം കയറിയതും ഈ ഒരു റൈഡിൽ തന്നെയായിരുന്നു. നല്ല സൂപ്പർ റൈഡായിരുന്നു കേട്ടോ അത് കഴിഞ്ഞ് വന്നിട്ട് ഇതിപ്പോൾ നമ്മൾ രണ്ടാമത് വേറൊരു റൈഡിലോട്ട് വന്നേക്കുവാണ്. ഇതെന്ന് വെച്ചാൽ ഏലിയൻസിനെയൊക്കെ ബേസ് ചെയ്ത് ആ ഒരു തീമൊക്കെ കൊടുത്തിട്ടുള്ള ഒരു റൈഡാണ്. ഇതും നല്ല സൂപ്പർ റൈഡായിരുന്നു കേട്ടോ. അപ്പോൾ അവർ ഇതിനകത്ത് പറയുന്നത് ഭാവിയിൽ ഇങ്ങനെയൊക്കെ ആയിരിക്കും സംഭവിക്കാൻ പോകുന്നത്, ഇങ്ങനെയൊക്കെ ആയിരിക്കും സംഭവിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ സ്പേസിൽ പോകുന്നതും ആ ഒരു ഫീലാണ് കേട്ടോ അവർ നമുക്ക് തരുന്നത്. നമ്മൾ നേരത്തെ കയറിയ റൈഡൊക്കെ പക്ഷേ എനിക്ക് എൻജോയ് ചെയ്യാൻ പറ്റില്ല. കാരണം എൻ്റെ കണ്ണാടി ഇവിടെ എത്തി. അതുകൊണ്ട് എനിക്ക് അങ്ങനെ പിടിക്കേണ്ടി വന്നു. നമ്മളിവിടെ വന്ന് കയറിയതിൽ വെച്ചിട്ട് ഏറ്റവും സൂപ്പർ റൈഡ് ഡിസ്നിലാൻഡിന്റെ ബെസ്റ്റ് റൈഡാണ്. നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അതായിരുന്നു കേട്ടോ. എനിക്ക് പറഞ്ഞാൽ
പറഞ്ഞേ ഇങ്ങനെ ഭയങ്കര സ്പീഡ് തലകുത്തിയിട്ടിട്ട് ആ തലകുത്തി പറഞ്ഞു സ്പേസിൽ പോണ ഒരു റൈഡായിരുന്നു അല്ലെ, സ്പേസിൽ നിക്കണ ഒരു റൈഡായിരുന്നു. അത് സൂപ്പറായിരുന്നു കേട്ടോ, അടിപൊളി റൈഡ്. സൗണ്ട് ഒക്കെ പോയി, മറ്റേ കരഞ്ഞ് സൗണ്ട് ഒക്കെ പോയി, കരഞ്ഞിട്ട് ഉച്ച ഉണ്ടാക്കിട്ടോ. രണ്ടും ഉണ്ടായി. ഞാൻ അവസാനത്തെ ഞാൻ ഇങ്ങായിരുന്നു. അമ്മൂന് ഇനി അതിൽ ഒരു പ്രാവശ്യം കൂടെ കയറണം എന്ന് പറഞ്ഞിട്ട് നിൽക്കുക. പക്ഷെ ക്യൂ നിൽക്കാനാ പറ്റാത്ത, 3/4 മണിക്കൂറൊക്കെ ക്യൂ നിൽക്കണം കയറണമെങ്കിൽ. എനിക്കൊന്നും കൂടെ എനിക്ക് കണ്ണാട് ഒരു കൈ പിടിക്കണമെങ്കിൽ ഇങ്ങനെ നിൽക്കണമെങ്കിൽ എനിക്ക് എൻജോയ് ചെയ്യാൻ പറ്റില്ല ശരിക്കും. ഇങ്ങനെ ഇങ്ങനെ ഇറങ്ങി ഓ ഇതെന്താന്ന് മനസ്സിലായാ പറ്റിയേ. ഇത് അത് ബാഗാണ് കാണുന്നത്, അതിന്റെ ഉള്ളിലത്തെ സാധനമാണ്. ഇത് ബാഗ് ചെക്ക് ചെയ്യാണിത്, ചെക്ക് ചെയ്യാം. അപ്പൊ അത് നമുക്ക് അവിടെ കാണാൻ പറ്റും. അപ്പോൾ ഇതെന്ന് വെച്ചാൽ നമ്മൾ സ്പേസിൽ പോണ സമയത്ത് റോബോട്ട് നമ്മുടെ ബാഗൊക്കെ ചെക്ക് ചെയ്യുന്ന ഒരു സീനാണ് കേട്ടോ നമ്മളവിടെ കണ്ടത്. അങ്ങനെ നമുക്കിവിടെ ഒരു 3D ഗ്ലാസ് ഒക്കെ കെട്ടിയിട്ടുണ്ട്. നമ്മളപ്പോൾ അതിനകത്തോട്ട് കയറാൻ പോവാണ്. അവിടെ ക്യാമറ അലൗഡ് ആയിരുന്നില്ല കേട്ടോ. അങ്ങനെ ആ റൈഡും കഴിഞ്ഞ് നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതേ ഇവിടെ ഇഷ്ടം പോലെ ഇങ്ങനെ വാട്ടർ നമുക്ക് നമ്മുടെ ബോട്ടിലിൽ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ സ്ഥലങ്ങൾ ഇവിടെ ഉണ്ട് കേട്ടോ. നല്ല സൂപ്പർ വെള്ളമാണ് കേട്ടോ. ഇത് നല്ല രസമുണ്ട് കേട്ടോ. നമ്മളിതിങ്ങനെ നമ്മൾ കറക്കുന്ന സ്പീഡ് അനുസരിച്ചിട്ട് ഈ മിക്കിയുടെ ഓരോ ആക്ഷൻസും കറക്റ്റ് നമുക്കിങ്ങനെ വീഡിയോ പോലെ കാണാൻ പറ്റും. നല്ല രസമുണ്ട് കേട്ടോ അത് കാണാൻ വേണ്ടി. അടുത്ത് നമ്മൾ പോകുന്നത് ഇറ്റ്സ് എ സ്മോൾ വേൾഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കുഞ്ഞ് ബോട്ട് റൈഡിന് വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളിപ്പോൾ പോകുന്നത്. അവിടെ നല്ല സൂപ്പറാണ് കേട്ടോ, നല്ല കാം ക്വയറ്റ് ആയിട്ടുള്ള ഒരു അടിപൊളി സംഭവമാണത്. അടുത്ത് നമ്മളൊരു കുഞ്ഞി ബോട്ട് റൈഡിന് പോവുകയാണ്. കോയിൻസ് ഉണ്ട്, കോയിൻസ് ഉണ്ട്. അതിനുള്ളിൽ ഇതൊരു അടിപൊളി റൈഡായിരുന്നു കേട്ടോ. നല്ല സൂപ്പർ എന്ന് വെച്ചാൽ അഡ്വഞ്ചറൊന്നും അല്ല, ഭയങ്കര കാമായിട്ട് ബേബീസിനെ കൊണ്ടൊക്കെ നമുക്ക് പോയ കുട്ടികൾക്കൊക്കെ ശരിക്കും ഇഷ്ടപ്പെടും കേട്ടോ, ഒരുപാട് ഇഷ്ടപ്പെടുവേ. അങ്ങനത്തെ ഒരു സംഭവമാണ്. ചെറിയൊരു കൊട്ടാരം പോലെ അവിടെ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഫുള്ളിലും നമുക്കിങ്ങനെ ഈ ബോട്ടിൽ ജെൻറ്റിലായിട്ട് ഇങ്ങനെ ഒരു റൈഡ് പോകാൻ പറ്റും കേട്ടോ. അപ്പോൾ പല പല നാട്ടിലെ സംഗീതവും നിറങ്ങളും പല സംസ്കാരങ്ങളും എല്ലാം ബേസ് ചെയ്തിട്ടുള്ളൊരു സ്ഥലമാണിത്. അപ്പോൾ നമ്മൾ ചെല്ലുമ്പോൾ തന്നെ പല ലാംഗ്വേജിലും ഇവിടെ വെൽക്കം എന്ന് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ ഹിന്ദിയിലും അവിടെ വെൽക്കം എന്ന് ഇതുപോലെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ലോകം മുഴുവനുള്ള എല്ലാ കുട്ടികളുടെയും ഐക്യമാണ് ഈ ഒരു ഇതിൻ്റെ തീമായിട്ടുള്ളത്. അതായത് പല സംസ്കാരങ്ങളും എല്ലാ സംസ്കാരങ്ങളും വ്യത്യസ്തമാണെങ്കിലും മനുഷ്യരുടെ എല്ലാവരുടെയും ഹാർട്ട് സെയിമാണ്, മനുഷ്യരെല്ലാവരും ഒന്നാണ് എന്നുള്ളൊരു മെസ്സേജാണ് കേട്ടോ ഈ ഒരു എന്താ പറയുക ഇറ്റ്സ് എ സ്മോൾ വേൾഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഇവിടെ ഉള്ളത്. അപ്പോൾ ഒരു നദി പോലെയുള്ള ഒരു വഴി കൂടെ നമുക്കിങ്ങനെ ബോട്ടിൽ പോകാൻ പറ്റും. 300-ലധികം ആനിമേറ്റഡ് കുട്ടിപ്പാവകൾ ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഓരോ സ്ഥലത്തെത്തുമ്പോഴും ആ ദേശത്തെ ഡ്രസ്സുകളും അവരുടെ പാട്ടും ഡാൻസൊക്കെയാണ് ആ ഓരോ ഏരിയയിലും ഉണ്ടാവുക. അപ്പോൾ ഇന്ത്യയുടെ ഒക്കെ ഉണ്ട് കേട്ടോ, യൂറോപ്പ്, ഏഷ്യ, ആഫ്രിക്ക, അമേരിക്ക, അങ്ങനെ എല്ലായിടത്തെയും വ്യത്യസ്തമായിട്ടുള്ള എല്ലാ സംഭവങ്ങളും ഇവിടെ ഉണ്ട് കേട്ടോ. നല്ല അടിപൊളിയായിട്ടുള്ള സംഭവമാണ്. അപ്പോൾ ഇറ്റ്സ് എ സ്മോൾ വേൾഡ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫേമസ് സോങ് നമുക്കിവിടെ കേൾക്കാൻ പറ്റും. അതായത് പ്രാദേശിക ഭാഷയിൽ ആണ് കേട്ടോ ഈ സോങ് ഇവിടെ പ്ലേ ചെയ്തിരിക്കുന്നത്.
പിള്ളേർ ഭയങ്കര ഇഷ്ടപ്പെടുമല്ലേ? മതിയാണത് എടുക്കണോ? അതെ കുതിര പറക്കണം യൂണിക്കോൺ. പട്ടം പറപ്പിക്കണോക്കെ ചൈന പാണ്ട കുൻഫു പാണ്ടത്. ഓരോ രാജ്യക്കാരതാടി. തായ്ലാൻഡാണോ? തായ്ലാൻഡ് എവിടെ? അങ്ങനെ നമ്മളിത് ഏകദേശം ഇന്ത്യയുടെ ആ ഒരു സൈഡ് എത്തിയിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെയാണ് ഇതാടി. താജ്മഹലല്ലേ പാമ്പാട്ടിയൊക്കെ. അറബി ഒരു രാജക്കാരടി. കൊള്ളാല്ലേ? അവൻ കുരങ്ങൻ നോക്കി കുരങ്ങൻ. സൂപ്പറാണ്ടല്ലേ? അതൊരു അടിപൊളി റൈഡായിരുന്നു കേട്ടോ. ഭയങ്കര കാമായിട്ടുള്ളൊരു റൈഡായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ വേറൊരു ബോട്ട് റൈഡിന് വേണ്ടിയിട്ട് ഇവിടെ വന്നേക്കുവാണ്. ഇതും ഭയങ്കര കാമായിട്ടുള്ളൊരു ബോട്ട് റൈഡാണ്. അപ്പോൾ ഈ ബോട്ട് റൈഡിൽ പോകുമ്പോൾ ഇങ്ങനെ പല എന്താ പറയുക ആനിമേറ്റഡ് സിനിമയിലുള്ള ഇപ്പോൾ ആലീസ് ഇൻ വണ്ടർലാൻഡ് അങ്ങനത്തെ കുറേ ഫിലിം ഉണ്ടല്ലോ, അതിനൊക്കെ മിനിയേച്ചറായിട്ടുള്ള രൂപങ്ങളും ആ കൊട്ടാരങ്ങളൊക്കെ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഓരോ സ്റ്റോറിനെയും ബേസ് ചെയ്തിട്ടുള്ളത്. അത് മറ്റേ ആ കിടക്കുന്ന സാധനം കണ്ടേ തൂങ്ങി, അത് ഒരു പെൺകുച്ചിന്റെ മുടിയാണത്. അതെ ഇതമ്മ ഇതുണ്ടോ ഈ സാധനം കണ്ട അത് മുടിയാണ്. തീമല്ല അവര് തീമല്ലേ മെർമെയ്ഡിനല്ലേ? അൽസൈമാനെയും പിന്നെ നമ്മളതിന്
ഒരു പല്ല് കുടിച്ചാലോ? ഇത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇത് പുതിയ സ്റ്റോറേജ് ഞാൻ കണ്ടിട്ടുണ്ട്. അല്ലെന്നോ അറിയില്ല, ആയിരിക്കില്ല. അങ്ങനെ ഈ ബോട്ട് റൈഡും കഴിഞ്ഞ് നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഏകദേശം കാർണിവലൊക്കെ തുടങ്ങാനുള്ള സമയം ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഇവിടെ ഈ ഗേറ്റ് ഇപ്പോൾ ഇവിടെ അടച്ചിട്ടുണ്ട്. അതിന് ഓപ്പൺ ആയിട്ട് അവിടെ നിന്നാണ് കാർണിവൽ സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. ഇറ്റ്സ് എ ലിറ്റിൽ വേൾഡ് എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമാണിത്. അത് കണ്ടോ, ഇപ്പോൾ ഡോറൊക്കെ ഗേറ്റ് ഓപ്പൺ ആയിട്ടുണ്ട്. കാർണിവൽ ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നോർമലി നമ്മൾ വിചാരിച്ച അത്ര കാർണിവൽ നമ്മൾ ചെന്ന ദിവസം ഉണ്ടായില്ല. എനിക്ക് തോന്നുന്നു വീക്കെൻഡ്സിൽ മാത്രമേ അങ്ങനെ ഫുള്ളായിട്ടുള്ള കാർണിവൽ സംഭവങ്ങൾ ഉണ്ടാവാറുള്ളൂ എന്ന് തോന്നുന്നു കേട്ടോ. ഇന്ന് വളരെ കുറച്ച് മാത്രമേ സംഭവങ്ങളും ആർട്ടിസ്റ്റുകളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നുള്ളൂ നമ്മൾ പോയ ദിവസം. എങ്കിലും കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ ഉദ്ദേശിച്ചത്ര ഉണ്ടായിരുന്നില്ല. നോർമലി നമ്മൾ ഈ പരേഡിൻ്റെ വീഡിയോസൊക്കെ കാണുമ്പോഴത്തേക്കും ഒരുപാട് ഇങ്ങനെ പ്ലോട്ടുകളും സംഭവങ്ങളൊക്കെ ഉണ്ടാവാറുണ്ടല്ലോ. അപ്പോൾ നമ്മൾ ചെന്ന ദിവസം അത്രയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. And now, the moment where every note comes together. Il ne vous resterait pas une petite place dans l'orchestre? Quelle journée incroyable! Depuis ce matin, nos cœurs battent au rythme de la musique. Une musique qui nous a fait vibrer, sourire, danser. Ensemble, nous avons créé une symphonie magique, unique et qui nous ressemble. Alors, continuons! Il manquait la dernière note à la partition de notre grand final. Vous! Écoutez bien les amis, voici la mélodie. Oh, 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 oh. Maintenant, à vous de jouer. Prêt? Oh, 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 oh. À vous maintenant, d'une seule voix. Merveilleux, c'est la note la plus juste que j'ai jamais entendue.
അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മറ്റൊരു ദിവസം വേറൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ബൈ ബൈ.